കോട്ടയ്ക്കൽ ആയുർവേദ അക്കാദമിയുടെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സാംസ്കാരിക സദസ്സ് സംഘടിപ്പിച്ചു. കോട്ടയ്ക്കൽ CH ഓഡിറ്റോറിയത്തിൽ ഒരുക്കിയ പരിപാടി സാഹിത്യകാരൻ P. സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അമൃത ഷെർഗിൾ എന്ന് പറയുന്ന ലോകോത്തര ചിത്രകാരിയോടൊപ്പം പരിഗണിക്കപ്പെടുന്ന ഇന്ത്യൻ ചിത്രകലയിലെ എക്കാലത്തെയും വലിയ ശ്രൈണ സാന്നിധ്യമായിട്ടുള്ള അകാലത്തിൽ പൊളിഞ്ഞുപോയ TK പത്മിനി എന്ന് പറയുന്ന ചിത്രകാരിയും മലപ്പുറത്തുകാരിയാണ്. അങ്ങനെ ഓരോ മേഖലയും നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ എന്തോരം വൈവിധ്യമാണ്. കോട്ടക്കൽ ചന്ത എന്ന് പറയുന്നതിന് പ്രാധാന്യമില്ലേ? തിരങ്ങാടി പള്ളി തകർത്തു എന്ന് പറയുന്ന നുണക്കഥ രാജ്യം മുഴുവൻ ഇവിടെയൊക്കെ എത്തണമെങ്കിൽ കോട്ടക്കൽ ചന്തയിൽ വന്നിട്ട് നുണ പറഞ്ഞാൽ മതി എന്നാണ്. അങ്ങനെ ആ നുണയിലൂടെയാണ് അത് വലിയതായിട്ട് അങ്ങ് പടർന്ന് പന്തലിക്കുന്നത്. കോട്ടക്കൽ ചന്ത അത്ര കണ്ട് പ്രാധാന്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ചന്തകളുടെ ഒരു വലിയ സംസ്കാരമാണ് നമുക്ക്. ഇങ്ങനെയുള്ള ഒരുപാട് വൈവിധ്യങ്ങൾ ചേർന്നതാണ് എന്നുള്ളത് അത് കോട്ടക്കല്ലേ. ഇപ്പം എന്താ ചോദിച്ചാൽ പിന്നെ ഈ ആരോ പറഞ്ഞ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ ഈ ലിറ്ററേച്ചർ പഠിക്കുന്ന കുട്ടികളോട് ആരോ ചോദിച്ചത്രേ മലയാള ഭാഷയുടെ പിതാവ് ആരാണ്. ഒരു കുട്ടി എന്തോ ചോദിച്ചു, വൈക്കം മുഹമ്മദ് ബഷീറാണോ എന്ന്. പിന്നെ രണ്ട് പേര് ചില രാഷ്ട്രീയക്കാരായിട്ടുള്ള ചില രാഷ്ട്രീയ നേതാക്കളുടെ പേരൊക്കെയാണ് പറഞ്ഞത്. സമാധാനം യോഗി ആദിത്യനാഥ് അല്ലേ എന്ന് ചോദിച്ചില്ലല്ലോ എന്ന് സമാധാനിക്കും. ഈ പഠിക്കുന്ന എന്തിനാണ് ലിറ്ററേച്ചർ? പിന്നെ എന്തിനാടോ ലിറ്ററേച്ചറൊക്കെ പഠിക്കുന്നത്? മോഹൻലാലിൻ്റെ ആ പഴയ ഡയലോഗ് ചോദിച്ചു, എന്നിട്ടും എന്താടോ നന്നാവാത്തേ? ലഹരിക്കെതിരെ യുവാക്കളിൽ നിന്ന് തന്നെ പ്രതിരോധം ഉണ്ടാകണമെന്ന് അദ്ദേഹം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് അംഗം ബഷീർ രണ്ടത്താണി അധ്യക്ഷനായി. മലയാളത്തിൽ ആദ്യത്തെ ശബ്ദചിത്രമായ ബാലനിലെ നായകൻ KK അരൂർ ആയുർവേദശാലയിലെ ജീവനക്കാരനായിരുന്നു. 20 കൊല്ലക്കാലം അദ്ദേഹം ആയുർവേദശാലയിൽ ഉണ്ടായിരുന്നു. ഇവിടെ നിന്നാണ് അദ്ദേഹം അഭിനയം പഠിക്കുന്നത്. ഇവിടെ നിന്നാണ് അദ്ദേഹം സംഗീതം പഠിക്കുന്നത്. PS വാര്യരുടെ സ്വന്തം ചെലവിൽ ചെറുപ്പക്കാരെ കണ്ടെത്തി അവർക്ക് കലാപരമായ അവരുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി വലിയ താല്പര്യമെടുത്ത ആളാണ് PS വാര്യർ. അങ്ങനെ സംഗീത നാടകങ്ങളിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് KK അരൂര് ബാലൻ എന്ന സിനിമയിൽ അഭിനയിക്കാൻ അഭിനേതാക്കൾ ആവശ്യമുണ്ട് എന്ന പത്രപരസ്യം കണ്ട് കോട്ടക്കലിൽ നിന്ന് ബസ് കയറി പോകുന്നത്. അങ്ങനെ ഒരുപാട് സാംസ്കാരിക മുഖമുണ്ടായിരുന്ന ഒരു പ്രദേശമാണ് കോട്ടക്കൽ. അതിനൊക്കെ അപ്പുറം മതേതരത്വത്തിൻ്റെയും മത സൗഹാർദ്ദത്തിൻ്റെയും സാമുദായിക സഹവർത്തിത്വത്തിൻ്റെയും ഒക്കെ ഒരു വലിയ ഭൂമികയായിരുന്നു കോട്ടക്കൽ. നമ്മൾ ഇവിടുന്ന് നോക്കിയാൽ കാണുന്ന കൈലാസ മന്ദിരം എന്ന് പറയുന്ന PS വാര്യർ അദ്ദേഹത്തിന് താമസിക്കാൻ വേണ്ടി നിർമ്മിച്ച കൈലാസ മന്ദിരത്തിൻ്റെ മുന്നിലെ കവാട മുദ്രകൾ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ചിഹ്നങ്ങൾ ആലേഖനം ചെയ്ത ആ കവാടം കോട്ടക്കലിൻ്റെ സാമുദായിക സഹവർത്തിത്വത്തെ ഇന്നും വിളിച്ചോതുകയാണ്. ഏതാണ്ട് 100 കൊല്ലത്തിനപ്പുറത്തെ ചരിത്രമുണ്ട് അതിന്. ആയുർ ഓറ ജൂബിലി സോവനീർ നബാർഡ് ഡിസ്ട്രിക്ട് മാനേജർ മുഹമ്മദ് റിയാസ് പ്രകാശനം ചെയ്തു. ജൻശിക്ഷൻ സംസ്ഥാന ഡയറക്ടർ ഉമ്മർ കോയ, ചരിത്രകാരൻ C. അബ്ദുൽ ഹമീദ്, രമേശ് ആദവനാട്, നിതിൻ ദാസ്, ശുഭ വിജയകുമാർ, മുഹദ് കബീർ എന്നിവർ സംസാരിച്ചു. CPA ലത്തീഫ് സ്വാഗതവും KP അലി അഷറഫ് നന്ദിയും പറഞ്ഞു. രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഔഷധ ചെടി നടൽ, കിഡ്നി രോഗനിർണയ ക്യാമ്പ്, ഉദ്ഘാടന സമ്മേളനം, വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ എന്നിവയും സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടക്കൽ. നമ്മുടെ കുബൂസ് അത് നമ്മുടെ ഗൾഫിൽ കിട്ടുണ്ടായിരുന്ന കുബൂസില്ലേ, നിനക്കിഷ്ടപ്പെട്ട ആ കുബൂസ്. പ്രവാസികൾക്ക് മാത്രല്ല, ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി. അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബുവല്ലേ. ഷുഗർ ഉണ്ടെങ്കിൽ ഗോതമ്പിന്റെ കുബൂസ് ആവാട്ടോ. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ്. അൽദാൻ ലെബനീസ് കുബൂസ്.